കമ്പനി ബോർഡ് LGSൻ്റെ മാത്സ് പ്രാക്ടീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 25ാമത്തെ വീഡിയോയാണ്. ഡെയിലി 10 ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എക്സാം അടുത്ത സാഹചര്യത്തിൽ എക്സാമിൻ്റെ അതേ പാറ്റേണിലേക്ക്, അതായത് 20 ചോദ്യങ്ങളാണ് എക്സാമിനുണ്ടാവുക. നമ്മളപ്പോൾ 20 ചോദ്യങ്ങൾ ചെയ്ത് തുടർച്ചയായി ഒരു 20 കണക്ക് ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി വരുത്തുകയാണ്. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ അറ്റൻഡ് ചെയ്യുക. എത്ര എണ്ണം കിട്ടുന്നുണ്ട്, എത്ര എണ്ണം നെഗറ്റീവായി പോകുന്നുണ്ട് നോക്കുക. നെഗറ്റീവ് വളരെ അധികം ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ചെയ്തിട്ട് ആൻസറുകൾ നോട്ട് ചെയ്ത് വെക്കുക. ശരിയാണോ എന്ന് അവസാനം കറക്റ്റ് ചെയ്ത് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എത്ര സമയം, ഏകദേശം എത്ര സമയം, കറക്റ്റൊന്നും വേണ്ട, ഏകദേശം എത്ര സമയത്തിൽ 20 ചോദ്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടെന്നൊന്നും നോക്കുക. നേരെ ചോദ്യങ്ങളിലേക്ക്. ഏത് സംഖ്യയുടെ 40% 32? എയുടെ, എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു എന്നാണ് മീനിങ്. ഇവിടെ ഏതോ ഒരു സംഖ്യ, ആ സംഖ്യ ഞാൻ n എന്നെടുത്തു. ആ സംഖ്യയുടെ 40%, ശതമാനം എന്ന് പറയുന്നത് 1/100 ശതമാനം എന്ന സിമ്പലിൻ്റെ അർത്ഥം 1/100 സംഖ്യയുടെ 40% 40 × 1/100 32. ഇതിൽ നിന്ന് n കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ നമുക്ക് വെട്ടിക്കളയാം. 20ൻ്റെ പട്ടികയിൽ 40 2 തവണ, 100 20ൻ്റെ പട്ടികയിൽ 5 തവണ. ഇനി ഈ ഹരണം 5ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ 32 × 5 ആകുന്നു. ഈ ഇൻറ്റു 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഹരണം 2 ആകും. അപ്പോൾ എന്ന് പറയുന്നത് 32 × 5 ഹരണം 2. 2ൻ്റെ പട്ടികയിൽ 2 ഒരു തവണ, 32 16. 16 × 5 80 ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ സംഖ്യ 80. അടുത്ത ചോദ്യം നോക്കാം. 14ൻ്റെയും 16ൻ്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഗുണിതമായി ചെറിയ സംഖ്യ, ഇതാണ് ഇവിടുത്തെ കീവേഡ്. LCM ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലഘുതമ, സാധാരണ, ഗുണിതം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് ഏറ്റവും ചെറിയ, കോമൺ പൊതുവായി വരുന്ന, മൾട്ടിപ്ലർ. ഇവിടെ 14 16 LCM കാണാം. ഘടകക്രിയ എന്ന് ചെയ്ത് കണ്ടുപിടിക്കാം. 2 കൊണ്ട് ചെയ്യുകയാണ്. 7 8. വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 7 4 7 2. ഇവിടെ പ്രൈം നമ്പേഴ്സായി ഇനി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 7 1. ഇനി LCM കാണാൻ ഇതെല്ലാം കൂടി തമ്മിൽ ഗുണിച്ചാൽ മതി. 2 × 2 × 2 × 7. 4 തവണ 2കൾ ഗുണിച്ചാൽ 16 × 7. 16 × 7 എന്ന് പറയുമ്പോൾ 2 ശിഷ്ടം 4 112. ഓപ്ഷൻ സി ആണ് ആൻസർ. LCMൻ്റെ ചോദ്യത്തിൽ എപ്പോഴും ചെറിയ എന്നൊരു കീവേഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. 4 ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ക്രിയ ചെയ്യാനാണ്. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേറെ ഒന്നും ചെയ്യാതെ നേരെ വേണമെങ്കിൽ മൈൻഡിൽ ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ആദ്യം ഭിന്നങ്ങൾ അവിടെ നിൽക്കട്ടെ, സംഖ്യകൾ മാത്രം, അതായത് നോർമൽ സംഖ്യകൾ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2, ഇവിടെ ഒരു -3 ഉണ്ട്. മൈനസാണ്, അത് ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടിയും കൂട്ടുക. 2 1 3 3 2 5. 5ൽ നിന്ന് 3 പോയിട്ടുണ്ടെങ്കിൽ 2 കിട്ടി. ഇനി നമുക്ക് ഭിന്നസംഖ്യകളിലോട്ട് വരാം. ഇത് 3/4 എന്ന് പറയുമ്പോൾ 3/4 നമുക്കറിയാം. 3/4 1/2 1/4 എന്ന് വെച്ചാൽ 1/4. അത് കൂട്ടാം. 3/4 1/2
അല്ലെങ്കിൽ അങ്ങനെ എടുക്കണ്ട. മുക്കാലും ഇവിടെ ഒരു കാലുണ്ട്, മുക്കാലും കാലും ചേർന്നാൽ 1 വരുന്നു, 1 കിട്ടി. പിന്നെ ഇവിടെ ഒരു അരയുണ്ട്, ഇവിടെ ഒരു അരയുണ്ട്, 2 അരകൾ ചേർന്നാൽ വീണ്ടും 1 കിട്ടുന്നു. ഇവിടെ അരകൾ തമ്മിൽ കൂട്ടാനല്ല, ഈ മൈനസ് നോക്കണം. അപ്പോൾ 2 അരകൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നു, ഇവിടെ 1 വരില്ല. അപ്പോൾ 2ഉം പിന്നെ ഒരു 1 കൂടി കൂട്ടിയാൽ നമുക്ക് 3 കിട്ടുന്നു. ഈ മൈനസ് ശ്രദ്ധിക്കണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ചെയ്യാം. ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. മിശ്ര ഭിന്നങ്ങളെ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷനോട്ട് കൊണ്ടുവരാനായിട്ട് 2 × 4 8, ഈ അടിയിലുള്ള 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8, എന്നിട്ട് 3 കൂട്ടുക, 11/4 എന്ന് വരുന്നു. പ്ലസ് 2 × 1 ഗുണിച്ചിട്ട് 1 കൂട്ടുക, 3/2 പ്ലസ് 2 × 4 പ്ലസ് 1 9/4 മൈനസ് 3 × 2 പ്ലസ് 1 7/2 എന്ന് വരുന്നു. ഇവിടെ നോക്കുമ്പോൾ ഛേദത്തിൽ 4 2 4 2 ആണ്. അടിയിൽ അങ്ങനെയാണ്. അടിയിലെ എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് ഈസിയാണ് കുറച്ചുകൂടെ ചെയ്യാം. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ അടിയിലെല്ലാത്തിനെയും 4ലോട്ട് മാറ്റാം. 4ലോട്ട് മാറ്റാനായിട്ട് ഇവിടെ 2 ഉണ്ട്, 4ആക്കാൻ 2 കൊണ്ട് മുകളിലും അടിയിലും ഗുണിച്ചിരിക്കുന്നു. ഇവിടെ 2 ഉണ്ട്, 4ആക്കാനായിട്ട് മുകളിലും അടിയിലും 2 കൊണ്ട് ഗുണിച്ചു. (11/4) പ്ലസ് 6/4 പ്ലസ് 9/4 മൈനസ് 14/4. പടിയിൽ എല്ലാത്തിൻ്റെയും 4 ആയതുകൊണ്ട് തന്നെ 4 ഇങ്ങനെ എടുത്തെഴുതി. 11 പ്ലസ് 6 പ്ലസ് 9 മൈനസ് 14. ഇത് ചെയ്യുമ്പോൾ 12/4 എന്ന് വരുന്നു. ഓപ്ഷൻ ബി 3 ആണ് ആൻസർ. 600ൻ്റെ 8%. നേരത്തെ പറഞ്ഞു, ഇൻ്റെ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം മൾട്ടിപ്പിൾ ചെയ്യുക, ഗുണിക്കുക എന്നാണ്. ശതമാനം എന്ന് പറയുന്നത് 1/100 ആണ്. അങ്ങനെയെങ്കിൽ 600ൻ്റെ 8%, 0 വെട്ടിപ്പോയാൽ 6 8 48. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം 64 സെൻറ്റിമീറ്റർ² ആയാൽ വശത്തിൻ്റെ നീളം എത്ര? സമചതുരം എന്ന് പറയുമ്പോൾ 4 വശങ്ങളും തുല്യമായിരിക്കും. എ എ എ ഇതിൻ്റെ വിസ്തീർണം, അതായത് A², അതായത് വശം ഇൻറ്റു വശം, A × A ആയിരിക്കും വിസ്തീർണം. A² ആണ്. 64 തന്നിട്ടുണ്ട് എങ്കിൽ വശത്തിൻ്റെ നീളം എത്ര? ഈ 64 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറാണ്? 8 × 8 ആണ് 64 വരുന്നത്. അപ്പോൾ A × A, നമ്മുടെ വശം എന്ന് പറയുന്നത് 8 ആയിരിക്കും. A = 8. ഓപ്ഷൻ എ ആണ് ആൻസർ. 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാരൂപം. ഇവിടെ 0.45 എന്ന് പറയുന്നത് 2 സ്ഥാനം നീക്കിയല്ലേ പോയിൻ്റ്. അപ്പോൾ 45 2 സ്ഥാനം നീക്കി പോയിൻ്റ് വരാൻ 2 പൂജ്യമുള്ള 100 കൊണ്ട് ഹരിക്കണം. ഇത് രണ്ടും സെയിം ആണ്. ഇനി നമുക്ക് 5 കൊണ്ട് വെട്ടിക്കളയാം. 5 × 20 ആണ് 100. അപ്പോൾ 5ൻ്റെ പട്ടികയിൽ 100 20 തവണ, 5ൻ്റെ പട്ടികയിൽ 45 9 തവണ, 9/20. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 0.3 പ്ലസ് 0.32 പ്ലസ് 2.13 ഇതെല്ലാം കൂടി കൂട്ടാനാണ്. പോയിൻ്റുള്ള സംഖ്യകളാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് ഒരേ സ്ഥാനത്ത് വരണം. 0.3 32 2.1 ജസ്റ്റ് കൂട്ടിയാൽ മതി. 5
5 കിട്ടിയില്ലേ? ഓപ്ഷനിൽ 5 ഉള്ളത് ഇത് മാത്രമാണ്. ഇതായിരിക്കും ആൻസർ. ഫുള്ള് ചെയ്ത് നോക്കണമെന്നില്ല, വേണമെങ്കിൽ ചെയ്യാം. 7, 2. സുധീർ ഒരു അലമാര 13,600 രൂപയ്ക്ക് വാങ്ങി. യാത്രാ ചിലവ് 400 രൂപ ആയാൽ അലമാര 16,800 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? പറയുന്നത് വാങ്ങിയ വില. അലമാരയുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 13,600 പക്ഷേ യാത്രാ ചിലവായിട്ടൊരു 400 രൂപ കൂടി ചിലവായി. അതായത് 14,000 രൂപ ആൾക്ക് ഒരു അലമാര വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് മുടക്കേണ്ടി വന്നു. ആളുടെ കയ്യിൽ നിന്ന് 14,000 രൂപ. അപ്പോൾ വാങ്ങിയ വില 14,000 രൂപയായിട്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് വിൽക്കുന്ന വില, വിറ്റ വില 16,800. 14,000 വാങ്ങി 16,000 വിറ്റാൽ എത്ര രൂപയാണ്? 2,800 രൂപ. 2,800 രൂപ എന്താ ലാഭമാണ്. കൂടുതൽ തുകയ്ക്കാണ് വിൽക്കുന്നത്, അപ്പോൾ ലാഭം കിട്ടിയിരിക്കുന്നു. ലാഭം എന്ന് പറയുന്നത് 2,800. ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം അല്ലെങ്കിൽ നഷ്ടം. ഇവിടെ ലാഭമാണ്. വാങ്ങിയ വില എപ്പോഴും അടിയിൽ വാങ്ങിയ വില, അത് ഓർത്ത് വെക്കുക, ഇൻറ്റു 100. ഇവിടെ ലാഭം 2,800. വാങ്ങിയ വില എന്ന് പറയുന്നത് 14,000 ഇൻറ്റു 100. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി. ഈ ഒരു പൂജ്യവും വെട്ടിപ്പോയി. ബാക്കി അവശേഷിക്കുന്ന 14. 14ൻ്റെ ഇരട്ടിയാണ് 28. 14 ഇൻറ്റു 2 28. 14ൻ്റെ പട്ടികയിൽ 14 ഒരു തവണ, 14ൻ്റെ പട്ടികയിൽ 28 2 തവണ. അപ്പോൾ 20% ലാഭശതമാനം. 20 ലാഭശതമാനം. ഓപ്ഷൻ്റെ മത്സരങ്ങളിൽ നിന്നും സാം നേടിയ റണ്ണുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 98, 105, 22, 65, 75. സാമിൻ്റെ ശരാശരി എത്ര? നമുക്ക് ശരാശരിയുടെ ഇക്വേഷൻ അറിയാം. ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് തുക, തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂട്ടുന്നതാണ്. തുക ഹരണം എണ്ണം. ഇവിടെ എല്ലാ സംഖ്യകളും കൂട്ടുകയാണെങ്കിൽ 98, 105, 22, 65, 75. 25ൻ്റെ 5 ശിഷ്ടം 2, 26, 6 ശിഷ്ടം 2, 365 വരുന്നു. ഇവിടെ തുക എന്ന് പറയുന്നത് 365. എല്ലാം കൂടി കൂട്ടിയാൽ 365 ഹരണം 5 എണ്ണമുണ്ട്. ഇത് 5 സ്കോറുകളുള്ള കാരണം 5 എണ്ണമാണ്. 7, 3. ഓപ്ഷൻ എ ആണ് ശരാശരി. ഇക്വേഷൻ പഠിച്ചു വെക്കുക. സാന്ദ്ര 1 സെക്കൻഡ് കൊണ്ട് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടും? 1 സെക്കൻഡ് കൊണ്ട് 2 മീറ്റർ ദൂരം ചവിട്ടുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 മിനിറ്റിനെ സെക്കൻഡിലോട്ടാക്കാം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡുകൾ ചേർന്നാണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ 2 മിനിറ്റ് ഇൻറ്റു 2 ഇൻറ്റു 2 120 സെക്കൻഡാണ്. അപ്പോൾ ഇവിടെ നമുക്കിതാണ് കണ്ടുപിടിക്കേണ്ടത്. 1 സെക്കൻഡ് 2 മീറ്റർ ചവിട്ടുന്നു എങ്കിൽ ഇവിടെ 2 മിനിറ്റാണ്. 2 മിനിറ്റിനെ നമ്മൾ 120 സെക്കൻഡ് ആക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ആക്കിയത്? ഈ 1നെ 120 കൊണ്ട് ഗുണിച്ചു. അവിടെ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തും ഗുണിക്കണം. അപ്പോൾ 240. 2 ഇൻറ്റു 120 240 മീറ്റർ. അതായത് 2 മിനിറ്റ് കൊണ്ട് 240 മീറ്റർ ചവിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ.
കൺവേർഷനെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. 1 അവർ എന്ന് പറയുന്നത് 60 × 60 സെക്കൻഡാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യം വരും. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ചതുരം, ത്രികോണം, സാമാന്തരികം, സമചതുരം. ഇവിടെ എല്ലാം നോക്കുകയാണെങ്കിൽ ഇത് 3-നും 4 വശങ്ങളാണ്. ത്രികോണത്തിന് മാത്രം 3 വശങ്ങൾ. ഓപ്ഷൻ സി ആണ്. 3, 7, 15. അടുത്ത സംഖ്യ ഏത്? 3, 7, 15. ഇവിടെ 2ൻ്റെ സ്ക്വയർ -1, 2ൻ്റെ ക്യൂബ് -1, 2ൻ്റെ 4ാമത്തെ പവർ -1. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ 2ൻ്റെ 5ൻ്റെ പവർ -1, അതായത് 32 -1, 31 വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നിങ്ങൾ 2ൻ്റെ പവറെല്ലാം പഠിച്ചു വെക്കുക. 2ൻ്റെ പവറുകളും 3ൻ്റെ പവറുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നോക്കി വെക്കുക. സിംപ്ലിഫിക്കേഷൻ അടുത്ത ക്വസ്റ്റ്യൻ. 21 + 16 ഹരണം 2 × 4 - 5. ഇവിടെ ആദ്യം ഹരണം ചെയ്യണം. 16നെ 2 കൊണ്ട് ഹരിച്ചാൽ 8. അടുത്തത് ഇൻറ്റു ചെയ്യണം. 21 + 4 × 8 32 - 5. ഇത് കൂട്ടാലോ. 53 -5 48. ഓപ്ഷൻ ബി ആണ്. സിംപ്ലിഫിക്കേഷൻ എപ്പോഴും വളരെ സ്ലോവിൽ ചെയ്ത് നോക്കുക. പറ്റുകയാണെങ്കിൽ 2 തവണ ചെയ്യുക, തെറ്റിക്കരുത്. ഒറ്റയാനെ കണ്ടെത്തുക. 2, 5, 7, 8. ഇവിടെ 2 എന്ന് പറയുന്നത് ആദ്യത്തെ അഭാജ്യസംഖ്യ. 2 × 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 5 × 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 7 × 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ. എന്നാൽ 8നെ നമുക്ക് 4 × 2 എന്നും 8 × 1 എന്നും എഴുതാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത് മാത്രം ഭാജ്യസംഖ്യയാണ്. ബാക്കിയെല്ലാം അഭാജ്യസംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 ആണ്. 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇവിടെ അമ്മയുടെ വയസ്സിന് എ എന്നും മകളുടേത് എം എന്നും എടുത്തിട്ടുണ്ടെങ്കിൽ 2 പേരുടെയും തുക 56 പറയുന്നത്. 4 വർഷം കഴിഞ്ഞാൽ, അതായത് അമ്മയ്ക്ക് 4 വയസ്സ് കൂടിയിരിക്കുന്നു, മകൾക്കും 4 വയസ്സ് കൂടുന്നു. കഴിഞ്ഞാൽ മകളുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയാകുന്നു അമ്മയുടെ വയസ്സ്. എങ്കിൽ ഇപ്പോൾ അമ്മയുടെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് a + 4 എന്ന് പറയുന്നത് 3m + 3 × 4 12 എന്ന് എഴുതാം. ഇനി ഈ എയുടെ സ്ഥാനത്ത് 56 - m എന്ന് കൊണ്ടേ കൊടുക്കാം. അപ്പോൾ ഏഴ് സ്ഥാനത്ത് 56 - m എന്ന് പറഞ്ഞാൽ +4 = 3m + 12. ഈ -mനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ +m ആകുന്നു. 52 56 4 കൂട്ടിയാൽ 60 എന്ന് പറയുന്നത് 4m + 12. ഈ +12നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ -12, അതായത് 48 എന്ന് പറയുന്നത് 4m. അങ്ങനെയാണെങ്കിൽ m എന്ന് പറയുന്നത് 1, 2. മകളുടെ പ്രായം 12 കിട്ടി.
മകളുടെ പ്രായം രണ്ടും കൂടി കൂട്ടിയാൽ 56 അതിൽ മകളുടെ പ്രായം 12 ആണെങ്കിൽ അമ്മയുടെ പ്രായം 56 മൈനസ് 12 4. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 44. നമുക്ക് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂഷനും കൂടി ചെയ്യാൻ പറ്റും. നോക്കാം. അമ്മയുടെയും മകളുടെയും പ്രായം 56 തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ഓപ്ഷൻ ഞാൻ 48 എന്ന് പറയുന്നത് അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് 48 എടുത്തു എങ്കിൽ മകളുടെ പ്രായം ഈ 56 നിന്ന് 48 കുറച്ചാൽ മകളുടെ പ്രായം കിട്ടുന്നു. മകളുടെ പ്രായം എന്ന് പറയുന്നത് 8 ആകുന്നു. 4 വർഷം കഴിയുമ്പോൾ ഉള്ളത് നോക്കേണ്ടി വരും. 4 വർഷം കഴിയുമ്പോൾ +4 മകൾക്ക് 12 വയസ്സാകുന്നു. അമ്മയ്ക്ക് 52 വയസ്സാകുന്നു. ഇനി നോക്കണം, ഈ 12ൻ്റെ 3 ഇരട്ടിയാണോ 52? അല്ല, 12ൻ്റെ 3 ഇരട്ടി 36. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ഓപ്ഷൻ ബി നമ്മൾ എടുക്കുകയാണ്. അമ്മയുടെ വയസ്സ് 44 എന്നും അങ്ങനെയെങ്കിൽ മകളുടെ വയസ്സ് 56 നിന്ന് ഈ 56 നിന്ന് 44 കുറച്ചിട്ടുണ്ടെങ്കിൽ 12 എന്നും. അതേ പ്രകാരം 4 വർഷം കഴിയുന്നു. അപ്പോൾ മകൾക്ക് 16 വയസ്സ്. അമ്മയ്ക്ക് 4 വർഷം കഴിഞ്ഞാൽ 48 വയസ്സ്. ഈ 16ൻ്റെ 3 ഇരട്ടിയാണോ 48 നോക്കാം. 16 × 3 എന്ന് പറയുന്നത് 48 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. 2 മെത്തേഡും അറിഞ്ഞിരിക്കുക. സമയത്തിനനുസരിച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇവിടെ എല്ലാ സംഖ്യകളെയും എടുത്തെഴുതാം. ഇനി ഇതിൽ നിന്ന് ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. പോയിൻ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ .015 പൂജ്യത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ചെറുത് വരുന്നത്. ചെറിയ സംഖ്യ ഓപ്ഷൻ സി ആയിരിക്കും. 4ൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യ. 4ൻ്റെ ഗുണിതം ഡിവിസിബിലിറ്റി ബൈ 4 കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഏതൊരു സംഖ്യയായാലും അവസാനത്തെ 2 ഡിജിറ്റിനെ 4 കൊണ്ട് ഹരിച്ച് നോക്കുക. പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 236ൻ്റെ 36 4ൽ പോകും. 9 × 4 36. ഇവിടെ 214. 214ൻ്റെ 14 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ അതാണ് ആൻസർ. ഇവിടെ 64 നോക്കുകയാണെങ്കിൽ 4 × 16 64. 48 ആണെങ്കിൽ 4 × 12 48 വരുന്നുണ്ട്. അപ്പോൾ അതല്ല. ഈ ട്രിക്ക് അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ 3 സംഖ്യ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ടോട്ടൽ ഇതിനെ ഹരിച്ചാൽ മതി. 236നെ 4 കൊണ്ട് ഹരിച്ചാൽ 5. 36ൽ 9 പോകുന്നു, പൂർണ്ണമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതല്ല ആൻസർ. 214നെ 4 കൊണ്ട് ഹരിച്ച് നോക്കാം. 5 തവണ 14ൽ പോകില്ല. അപ്പോൾ ശിഷ്ടം വരുന്നുണ്ട്. 2/4 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഓരോന്ന് ചെയ്ത് നോക്കിയാലും മതി. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടറുണ്ട്. 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ? 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ. 6 പേർക്ക് പകുതി, അതായത് ഒരാൾക്ക് 2 എണ്ണം വീതം, അതായത് എണ്ണത്തിൻ്റെ നേർപകുതി കമ്പ്യൂട്ടറുകൾ. അങ്ങനെയെങ്കിൽ 24 കുട്ടികൾക്ക് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 6നെ എങ്ങനെ 24 ആക്കാം? × 4 ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ × 4 ചെയ്താൽ 12 കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അല്ലാതെയും ചിന്തിക്കാം. 6ൻ്റെ പകുതിയാണ് 2, അല്ല 3.
അതായത് ആളിൻ്റെ എണ്ണത്തിൻ്റെ പകുതി കമ്പ്യൂട്ടറുകളാണെങ്കിൽ 24 പേർക്ക് 24ൻ്റെ പകുതിയായ 12. ഏറ്റവും വലിയ സംഖ്യ ഏത്? ഈ ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഛേദം നോക്കുമ്പോൾ 2 എണ്ണം 10ഉം 2 എണ്ണം 5ഉമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ 2 കൊണ്ട് മുകളിലും അടിയിലും മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആകുന്നു. ഇവിടെയും മുകളിലും അടിയിലും മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആകുന്നു. എങ്കിൽ 2/10, 3/10, 4/10, 8/10 ഭിന്നങ്ങൾ ഈ രീതിയിലാകുന്നു. ഭിന്നത്തിൻ്റെ ഛേദമെല്ലാം സെയിം ആണെങ്കിൽ വലിയ സംഖ്യ ആയതുകൊണ്ട് അംശത്തിലെ മുകളിലെ വലിയ സംഖ്യയായിരിക്കും വലിയ ഭിന്നം. അതായത് ഇതായിരിക്കും 4ാമത്തെ ഓപ്ഷൻ, ഡി ആയിരിക്കും ആൻസർ. ഇങ്ങനെ ഛേദത്തെ ഒന്നാക്കി ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തും ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഭിന്നസംഖ്യ എടുക്കുക 1/5, രണ്ടാമത്തെ ഭിന്നസംഖ്യ എടുക്കുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 1 10 വരുന്നു. 3 × 5 15 വരുന്നു. 15 ആണോ 10 ആണോ വലുത്? 15 ആണ്. അപ്പോൾ 3/10നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അടുത്ത ഭിന്നസംഖ്യ 4/10 എടുക്കുന്നു. 3 × 10 30, 4 × 10 40. 30 ആണോ വലുത് 40 ആണോ? 40 ആണ്. അപ്പോൾ ഇതാണ് വലുത്. 4/10നെ മുന്നോട്ട് എടുത്ത് കൊണ്ടുപോകുന്നു. അടുത്തത് 4/5 20 ആണ്. 4 × 5 40 ആണ്. 4 × 10 ഇതിൽ 40 ആണ് വലുത്. അപ്പോൾ 4/5 ആണ് ഏറ്റവും വലുത്. നമ്മൾ 4 എണ്ണത്തിനെയും കമ്പയർ ചെയ്താൽ നമുക്ക് ഏറ്റവും വലുത് 4ാമത്തെ ഓപ്ഷൻ 4/5 ആണെന്ന് കിട്ടുന്നു. അടുത്ത നോക്കാം, സിംപ്ലിഫിക്കേഷനാണ്. ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യണം. 8ൽ നിന്ന് 6 പോയാൽ 2, 2 × 6 എന്ന് വരുന്നു. 5 + 4 × 2 × 6. 5 + 4 × 2 × 6 എന്ന് പറയുന്നതാണല്ലോ. 1/3 എന്ന് വരും. × 1/3. അങ്ങനെയെങ്കിൽ 5 + 4/3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 × 5 15 പ്ലസ് 5ൻ്റെ അടിയിൽ 1 ഉണ്ട്. 1 × 4 4 ÷ 3 19/3. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാവരും സ്വയം തന്നെ ചെയ്ത് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. താങ്ക് യു.